ടീച്ചറെ, അപ്പുവിനെ എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് മാറ്റുമോ? ക്ലാസ് ടേബിളിന് അരികിൽ വന്ന് നിന്നുകൊണ്ട് മിന്നു അത് ചോദിക്കുമ്പോൾ അറിയാതെ ബിൻസി ടീച്ചർ അപ്പുവിൻ്റെ മുഖത്തേക്ക് നോക്കിപ്പോയി. തൻ്റെ നോട്ടം പ്രതീക്ഷിച്ചെന്നോണം ഒന്നും അറിയാത്തതുപോലെ അവൻ മുഖം വെട്ടിച്ചു. എന്തേ, അപ്പുവും കുട്ടിയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പിന്നെ അത് തൻ്റെ മുഖം താഴ്ത്തിക്കൊണ്ട് അവൾ പറയാൻ മടിച്ചു നിന്നു. എന്താണെന്ന് പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുമോളൂ. അപ്പുവിനെ കൂടെ കൂട്ടിയാൽ പിന്നെ മറ്റു കുട്ടികളൊന്നും എന്നോട് മിണ്ടില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ബാലിശമായ വാക്കുകൾ സ്കൂൾ മാറി വന്ന ബിൻസി ടീച്ചറിന് അത്ഭുതമായി തോന്നി. അതെന്താ? അപ്പുവിനെ ആർക്കും ഇഷ്ടമല്ല. ഇടിവെട്ടുന്നത് പോലെ ആ വാക്കുകൾ ബിൻസി ടീച്ചറിൻ്റെ ഉള്ളിൽ പതിച്ചു. മോള് പോയിരുന്നു. അവൾ തൻ്റെ സീറ്റിലേക്ക് മടങ്ങി വന്നിരുന്നു. ബിൻസി ടീച്ചർ അപ്പുവിനെ നോക്കി. അപ്പു, ഇവിടെ വരൂ. അവൻ മെല്ലെ എഴുന്നേറ്റു. ആ ആജ്ഞ കേട്ട് മറ്റു കുട്ടികൾ നിശബ്ദരായി. മിന്നു വന്നപ്പോൾ അനങ്ങാതിരുന്ന കുട്ടികൾ അപ്പുവിൻ്റെ പേര് കേട്ടപ്പോൾ ജാഗരൂകരാവുന്നത് കണ്ട ബിൻസി ടീച്ചർക്ക് അതിശയം വിട്ടുമാറിയില്ല. അവൻ അടുത്തു വന്നതും ഒരുതരം ദുർഗന്ധം അവരുടെ മൂക്കിൽ പതിച്ചു. അപ്പു, എന്താ തുണിയൊന്നും അലക്കാറില്ലേ? എന്താ ഒരു മണം? ഇങ്ങനെയാണോ ക്ലാസ്സിലേക്ക് വരുന്നേ? അവൻ ഒന്നും മിണ്ടാതെ നിന്നു. അസൈൻമെന്റ് ഒറ്റയ്ക്ക് ചെയ്യുവോ? അവൻ തലയാട്ടി. എന്നാ പൊയ്ക്കോ. അവൻ തിരിച്ചു നടന്നു. അതെ, 10ബിയിലെ അപ്പുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സ്റ്റാഫ് റൂമിലെ ഇടവേളയിൽ ബിൻസി ടീച്ചർ സഹ അധ്യാപികയോട് ചോദിച്ചു. ഒന്നും പറയണ്ട, അതൊരു വൃത്തികെട്ട ചെറുക്കനാ ടീച്ചറെ. സർക്കാർ സ്കൂളല്ലേ, നമുക്ക് പറഞ്ഞു വിടാനൊന്നും പറ്റില്ലല്ലോ. വൃത്തികെട്ട ചെറുക്കനെന്ന് വെച്ചാൽ ആരെങ്കിലും ഉപദ്രവിക്കുമോ മറ്റോ? അങ്ങനൊന്നുമില്ല. ആരോടും ഒന്നും മിണ്ടില്ല, ചോദിച്ചാലും മിണ്ടില്ല. കുളിയും നനയും ഒന്നുമില്ല. എക്സാമിന് കൃത്യം 50ൽ 18 മേടിച്ച് ജയിക്കും. എങ്ങനാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. വീട്ടുകാരോട് പറഞ്ഞൂടെ? ആകെ ഉണ്ടായിരുന്നത് ഒരു തള്ളയാ. ഇവനെ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണോ എന്തോ 2 കൊല്ലം മുന്നേ അവരും ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഈ പഠിപ്പും കാര്യങ്ങളുമൊക്കെ അറിയില്ല. അവനെ ഉണ്ട് ഞങ്ങളാരും കൂടുതൽ നോക്കാനൊന്നും പോയില്ല. ബിൻസി ടീച്ചറുടെ മനസ്സിൽ അപ്പു ഒരു ചോദ്യമായി അവശേഷിച്ചു. പിറന്നാൾ ദിനത്തിൽ മറ്റു കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നവർ പോലും പരസ്യമായി അവനെ മാറ്റി നിർത്തുന്നു. സാറന്മാർ മനഃപൂർവ്വം ചോദ്യം ചോദിച്ച് അവനെ നാണം കെടുത്തുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു. സാധാരണ കുട്ടികൾ പഠിക്കാൻ പിന്നോട്ടാണെങ്കിൽ കളികളിലോ കലകളിലോ മുന്നിലാവാറുണ്ട്. പക്ഷേ അപ്പുവിനെ ഗ്രൗണ്ടിൻ്റെ പരിസരങ്ങളിൽ പോലും കാണാൻ കിട്ടാറില്ല. ഇതെങ്ങനെ അപ്പു ഇത്ര കൃത്യമായി പാസ് മാർക്ക് മാത്രം വാങ്ങിക്കുന്നേ? പരീക്ഷ പേപ്പർ അവന് നേരെ നീട്ടിക്കൊണ്ട് സ്റ്റാഫ് റൂമിൽ വിളിച്ചു വരുത്തിയ ബിൻസി ടീച്ചർ ചോദിച്ചു. ഞാൻ ഒരു പാഠമേ പഠിക്കാറുള്ളൂ. മനസ്സിലായില്ല? മുഴുവൻ ഭാഗങ്ങളും 4 പാഠങ്ങളാക്കും. അതിൽ ഒരു ഭാഗം പഠിക്കും. ജയിക്കാൻ അത് മതി. ടീച്ചറിൻ്റെ കണ്ണുകൾ തള്ളി. ബാക്കി കൂടി പഠിച്ചാൽ എന്താ? സമയം കിട്ടാറില്ല. അതെന്നാ, രാത്രി നീ വല്ല കോഴി പിടിക്കാനും പോണ്ടോ? ഉണ്ട്. എന്നോട് തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ച് എൻ്റെ മോന്ത ഞാൻ പൊളിക്കും. അവൻ്റെ എടുത്തടിച്ചുള്ള മറുപടിയിൽ കലിയോടെ ബിൻസി ടീച്ചർ പറഞ്ഞു. തർക്കുത്തരമല്ല, കോഴി പിടിക്കാൻ പോകും ബാബുവേട്ടൻ്റെ കൂടെ. വരുമ്പോൾ വെളുപ്പനാവും. നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കോഴി ഫാമിലേക്ക് രാത്രിയാണ് കോഴി വണ്ടികൾ വരാറ്. മിക്കപ്പോഴും പണിയുണ്ടാവും. ബാബുവേട്ടൻ്റെ കൂടെ പോയാൽ 600 രൂപ വെച്ച് കിട്ടും. കുറച്ചു നേരം ബിൻസി ഒന്നും മിണ്ടാതെ നിന്നു. എന്നിട്ട് നീ കാശൊക്കെ നീ എന്ത് ചെയ്യുക? നന്നായി പഠിച്ചാൽ നല്ല ജോലി ചെയ്ത് ഇഷ്ടം പോലെ സമ്പാദിക്കാൻ പാടില്ലേ? ലോണുണ്ട്. അച്ഛൻ മരിക്കും മുന്നേ എടുത്തതാ. അമ്മയും പോയി. ഇപ്പോൾ വീടും സ്ഥലവും പോവാറായി. ബിൻസിക്ക് എന്ത് പറയണം എന്നറിയാതെയായി. സ്വന്തക്കാർ ആരുമില്ലേ? ഉണ്ട്, അടുപ്പിക്കാറില്ല. ഞാൻ ചെകുത്താൻ്റെ കുഞ്ഞാണെന്നാ പറയുന്നേ. ഞാൻ കാരണ അച്ഛനും അമ്മയും മരിച്ചതെന്ന്. ശരി, നിനക്കൊന്ന് വൃത്തിയായി നടന്നൂടെ? ശ്രമിക്കാം. ബിൻസി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു.
അവനെ പകലിവിടൊന്നും കാണാറില്ല ടീച്ചറെ. രാവിലെ പത്രമിടാൻ പോവും, വൈകുന്നേരം കുഞ്ഞാപ്പൻ്റെ പീടികയിൽ വിറക് കീറലും പാത്രം കഴുകലും ഒക്കെയാണെന്നാണ് കേട്ടത്. പിന്നെ രാത്രി മണൽ വാരാനോ കോഴി പിടിക്കാനോ ഒക്കെ പോണുണ്ടെന്ന് കേട്ടു. നേരാണോ? അറിയില്ല. അപ്പുവിൻ്റെ വീടിനപ്പുറത്തെ വീട്ടിലെ അമ്മിണി പറഞ്ഞു. ഈ വീടിന് വാതിലൊന്നും നേരത്തെ ഇല്ലാത്തതാണോ? മുഷിഞ്ഞു കിടക്കുന്ന വീടിനെ നോക്കി ബിൻസി ടീച്ചർ ചോദിച്ചു. അത് പണ്ടേ അങ്ങനെയാ. സ്ഥലം പണയം വെച്ച് ലോൺ എടുത്ത വീട് പണിയാനാണെന്നും പറഞ്ഞു. അവൻ്റെ അപ്പന് കുടിച്ചു കുടിച്ച് കൂട്ടുകാർ കാശ് മൊത്തം കൊണ്ടുപോയി. അതോടെ അവളുമായി എന്നും വഴക്കായി. പിന്നെ ഒരു ദിവസം അവൻ അങ്ങ് കയറി കടുങ്കൈ ചെയ്തു. അവൾക്കെങ്കിലും ആ ചെറുക്കൻ്റെ കാര്യം ചിന്തിക്കാമായിരുന്നു. കഴിഞ്ഞ മാസം ബാങ്കുകാരൊക്കെ വന്ന് ഒരുപാട് ഒച്ചപ്പാടും ബഹളവുമൊക്കെ ആയതാ. പ്രസിഡന്റ് ഇടപെട്ട ഒരു വിധത്തിൽ ഒത്തീർപ്പാക്കിയേ. ടീച്ചർ വീടിൻ്റെ അകത്തേക്ക് കയറി. എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു. കൂട്ടിയിട്ടിരുന്ന തുണികളിൽ നിന്നും നന്നേ ദുർഗന്ധം പരക്കുന്നുണ്ടായിരുന്നു. അടുക്കള കണ്ടാലറിയാം പാചകം ചെയ്തിട്ട് നാളുകളായെന്ന്. പക്ഷേ അവരെ അതിശയിപ്പിച്ചത് മറ്റൊന്നായിരുന്നു. പുസ്തകങ്ങൾ. അവ മാത്രം മുറിയുടെ ഒരു കോണിൽ പേപ്പറിന്മേൽ അടുക്കി വച്ചിരുന്നു. അതിനരികിൽ അമ്മയുടെ ഒരു ഫോട്ടോയും. അന്ന് രാത്രി ബിൻസി ടീച്ചർ ഉറങ്ങിയില്ല. അവഗണനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന. അത് ഒരാളിൽ നിന്നും അനുഭവിച്ച വിഷമം തനിക്കറിയാം. അപ്പോൾ ഒരു സ്കൂൾ മുഴുവൻ ഒരു വിദ്യാർത്ഥിയെ അവഗണിക്കുമ്പോൾ എന്താവും അവൻ്റെ മനോനില? ഊഹിക്കാവുന്നതേ ഉള്ളൂ. നാളെ അവൻ വളർന്ന് ഒരു വിപത്തായി മാറും. അവൻ്റെ ഉള്ളിൽ എല്ലാവരോടും പകയാവും. ഈ ലോകത്തെ തന്നെ അവൻ വെറുക്കും. ഒരുപക്ഷെ ഈ ലോകത്തിലെ ഏറ്റവും സ്വാർത്ഥനായ മനുഷ്യനായി അവൻ മാറും. ഉറങ്ങാതെ ആ രാത്രി ടീച്ചർ പോംവഴിയെപ്പറ്റി ചിന്തിച്ചു കൊണ്ടേയിരുന്നു. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ എല്ലാവരും ക്ലാസ്സിൽ വന്നിരുന്നു. ലാസ്റ്റ് ബെഞ്ചിൽ തനിയെ അപ്പുവും. എല്ലാവരും പുസ്തകങ്ങളൊക്കെ ഒന്ന് അടച്ചു വയ്ക്കുക. ടീച്ചറിൻ്റെ വാക്കുകൾ കേട്ട് കുട്ടികൾ പരസ്പരം നോക്കി. ഇന്നിവിടെ ഞാനൊരു വിഷയം എഴുതും ബോർഡിൽ. നിങ്ങൾ ഓരോരുത്തരും വന്ന് അതിനെക്കുറിച്ച് പ്രസംഗിക്കണം. കുട്ടികൾ വിഷയത്തിനായി ബോർഡിലേക്ക് ഉറ്റുനോക്കി. വിശപ്പ്. ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടു. ഏറ്റവും നന്നായി പറയുന്ന ആൾക്ക് ഞാനൊരു സമ്മാനം തരും. പ്രസംഗം തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ അനുഭവങ്ങളും പറയാം. കുട്ടികൾ ഓരോരുത്തരായി തങ്ങളുടെ പ്രസംഗങ്ങൾ പറഞ്ഞു തുടങ്ങി. വിശപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ വികാരം. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും എൻ്റെ അച്ഛനും അമ്മയും എന്നെ പട്ടിണിക്ക് ഇട്ടിട്ടില്ല. എനിക്ക് വിശന്നു തുടങ്ങും മുന്നേ അമ്മ അടുത്ത ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ടാവും. അച്ഛൻ്റെ ഓഫീസിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് ട്രിപ്പ് പോയപ്പോൾ ആയിരുന്നു ഞാൻ ആദ്യമായി പട്ടിണി കിടക്കുന്നവരെ കാണുന്നത്. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. കാശിക്ക് പോയി വരും വഴിയാണ് ഒരു പാലത്തിന് കീഴിൽ വൃദ്ധനിരുന്ന് മലവിസർജനം നടത്തി തൻ്റെ സ്വന്തം മലം ഭക്ഷിക്കുന്നത് കണ്ടത്. കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. അപ്പുവിൻ്റെ ഊഴമെത്തി. അവൻ മടിച്ചു മുന്നിലേക്ക് വന്നു. അപ്പു ടീച്ചറെ നോക്കി. നീ 5ാം ക്ലാസ്സിലല്ല, +2-നാണ് പഠിക്കുന്നത് അപ്പു. ബിൻസി ടീച്ചർ മനസ്സിൽ പറഞ്ഞു. അച്ഛൻ കള്ളി കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആദ്യമായി വിശപ്പ് എന്താണെന്ന് അറിയുന്നത്. എന്നും കുടിച്ചിട്ട് വന്ന് കഞ്ഞിക്കലം തല്ലിപ്പൊട്ടിക്കും. അല്ലെങ്കിൽ കഞ്ഞിയിലേക്ക് മൂത്രമൊഴിച്ചു വയ്ക്കും. അമ്മ കൂലിപ്പണിക്ക് പോകുന്ന പൈസയും പിടിച്ചു വലിച്ച് മേടിച്ചുകൊണ്ട് പോകും. ഒടുവിൽ അമ്മ പണിക്ക് പോകുന്ന വീടുകളിൽ ചെന്ന് അവിടുത്തെ വീട്ടുകാരോട് പൈസ ചോദിച്ച് ശല്യമായതോടെ ആരും അമ്മയെ വിളിക്കാതായി. അതോടെ മുഴുപട്ടിണിയായി. അതുവരെ ഗൗനിക്കാതിരുന്ന കുട്ടികൾ ഓരോരുത്തരായി ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. വിശപ്പ് സഹിക്കാനാവാതെ അമ്മ കരയുന്നത് കണ്ടപ്പോഴാണ് ആദ്യമായി മോഷ്ടിക്കുന്നത്. കുട്ടികൾ ഞെട്ടലോടെ അവനെ നോക്കി. പിന്നീട് പല ദിവസങ്ങളിലും അടുത്ത വീടുകളിലെ അടുക്കളയിൽ നിന്നും മോഷ്ടിക്കാൻ തുടങ്ങി. ഒരു ദിവസം പിടിച്ചു. അന്ന് എൻ്റെ കഥ കഴിയുമെന്ന് വിചാരിച്ചു. പക്ഷേ കുഞ്ഞപ്പൻ ചേട്ടൻ കടയിൽ ഒഴിവ് സമയങ്ങളിൽ പണിയെടുത്തോളാൻ പറഞ്ഞു. വിറക് കീറി
പാത്രങ്ങൾ കഴുകി കടയും കഴുകി വച്ചാൽ കഴിക്കാനുള്ള ഭക്ഷണം തരും. അന്ന് കടയിൽ ബാക്കി വന്നതെല്ലാം മാറ്റി വച്ചിട്ടുണ്ടാവും. അതുമായി ഞാൻ ചെല്ലുന്നതും കാത്ത് അമ്മ ഉമ്മറപ്പടിയിൽ ഇരിക്കുന്നുണ്ടാവും. അച്ഛൻ പോയ പിന്നെ അമ്മയുടെ മാനസിക നില ആകെ തെറ്റിയിരുന്നു. ഒരു ദിവസം അമ്മയെ ഉമ്മറത്ത് കണ്ടില്ല. അപ്പു നിശബ്ദനായി, മൗനം നിറഞ്ഞു നിന്നു. കുട്ടികളും ടീച്ചറും അവനെ ഉറ്റുനോക്കി. പഴയ സാരത്തുമ്പിൽ അമ്മയും ജീവിതം അവസാനിപ്പിച്ചു. എല്ലാം മറക്കാൻ കിട്ടുന്ന സമയം മുഴുവൻ പണിയെടുക്കാൻ തുടങ്ങി. വിയർപ്പ് കൂടുന്തോറും അതിൻ്റെ മണവും ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ അതില്ലാതെ പറ്റില്ലെന്നായി. ഒരു ദിവസമൊക്കെ പിടിച്ചു നയിക്കാം. പക്ഷെ 1.5 ദിവസം കഴിയുമ്പോൾ അടിവയറിൽ നിന്നും കാട്ടുതീ പോലെ എരിയാൻ തുടങ്ങും. അത് സഹിക്കാൻ പറ്റില്ല. അതെ, വിശപ്പാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വികാരം. പറഞ്ഞു നിർത്തിയതും കനത്ത നിശബ്ദത നിറഞ്ഞു നിന്നു. അതുവരെ അവനെ അറപ്പോടെ കണ്ടിരുന്ന പലരുടെയും കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആദ്യം മിന്നുവിൻ്റെ കൈകൾ തമ്മിൽ കൂട്ടിയടിച്ചു. അത് കാട്ടുതീ പോലെ പടർന്നു. തനിക്ക് വേണ്ടി ആദ്യമായി ഒരു ക്ലാസ് മുഴുവൻ കൈയടിക്കുന്നത് കണ്ട് അവൻ അതിശയത്തോടെ നിന്നു. കുട്ടികൾ ഓരോരുത്തരും ഇട്ട മാർക്കുകൾ വാങ്ങി ടീച്ചർ കൂട്ടുനോക്കി. സംശയഭേദമെന്നെ അപ്പു ഒന്നാമനായി. ടീച്ചർ ഒരു പുസ്തകം അപ്പുവിന് നേരെ നീട്ടി. ഇതാണ് എൻ്റെ സമ്മാനം, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഇത് നിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തും. മാറാൻ നീ തയ്യാറാണെങ്കിൽ മാത്രം. ഒരു മരുന്ന് പോലെ ഈ പുസ്തകം എല്ലാ ദിവസവും വായിക്കൂ. ഈ ക്ലാസ് അല്ല, ഒരു നാൾ ഈ ലോകം മുഴുവൻ നിനക്ക് വേണ്ടി കൈയടിക്കും. വെള്ള ഷർട്ടും വെള്ള മുണ്ടും ധരിച്ച് അവൻ വേദിയിൽ പ്രൗഢിയോടെ നിന്ന ആ നിമിഷം തൻ്റെ ടീച്ചറെ ഓർത്തു. അപ്പുവായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മന്ത്രി എന്ന നിലയിൽ എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുശാസിക്കും വിധം ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ ജനങ്ങൾക്കും നീതി നടപ്പാക്കുമെന്നും സഗൗരവം ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. മുന്നിൽ നിന്നും കയ്യടികൾ ഉയർന്നു. അതൊരു സംസ്ഥാനം മുഴുവൻ പടർന്നു പിടിക്കുന്നതായിരുന്നു. ആ കൂട്ടത്തിൽ എവിടെയോ തന്നെ ആദ്യമായി അംഗീകരിച്ച ടീച്ചറുമുണ്ടെന്ന് അവന് അറിയാമായിരുന്നു. അടുത്ത യാത്ര അവരെ തേടിയാണ്. ഈ ലോകത്ത് ഏതൊരു മനുഷ്യനും അംഗീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു, പ്രശംസിക്കപ്പെടാൻ കൊതിക്കുന്നു. ആത്മാർത്ഥമായ പ്രശംസയും അംഗീകാരവും ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. അപ്പു മനസ്സിൽ ഓർമ്മിച്ചു. ഇന്ന് അവൻ്റെ വിജയത്തിൽ ഏറ്റവും സന്തോഷിക്കുന്നതും അപ്പു എൻ്റെ സഹപാഠിയാണെന്ന് അഭിമാനത്തോടെ പറയുന്നതും ഒരു നാൾ അവനെ മാറ്റി നിർത്തിയവർ തന്നെ ആയിരിക്കും. ജീവിതം അങ്ങനെയാണ്.